ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് wazirx ട്രേഡ് ചെയ്യാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓൾറെഡി 2-3 വോയിസ് റെക്കോർഡ് കഴിഞ്ഞുകൊണ്ട് തൊണ്ട നല്ലോണം നമ്പലുണ്ട്. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡ് വ്യൂവിൽ വരാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് വ്യൂയുടെ ലിങ്ക് ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യണം. കാരണം എൻ്റെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുക്കണം, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആയിരിക്കും കാണിക്കുന്നത് വിത്ത് എല്ലാ എക്സ്പ്ലനേഷൻ. എത്ര ഡേയുടെ എത്ര ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയും. പിന്നെയാണ് എൻ്റെ ട്വിറ്ററിൽ തന്നെ എന്തായാലും ഫോളോ ചെയ്യണം. കാരണം എല്ലാവരുടെയും ട്വീറ്റ് ഞാൻ റീട്വീറ്റ് ചെയ്യും. സോ എല്ലാ മേജർ ട്വീറ്റ്സൊക്കെ നിങ്ങൾക്ക് മേജർ ന്യൂസൊക്കെ ഒരു പ്ലേസിലേക്ക് കിട്ടണമെങ്കിൽ എന്നെ ഫോളോ ചെയ്താൽ മതി. എൻ്റെ പ്രൊഫൈൽ വരാണെങ്കിൽ നിങ്ങൾക്ക് മേജറായിട്ടുള്ള എല്ലാ ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ എന്നെ ഫോളോ ചെയ്താൽ മാത്രം പോരാ, ട്വിറ്ററിലും എൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് മേജറായിട്ടുള്ള ട്വീറ്റൊക്കെ നിങ്ങൾക്ക് നോട്ടിഫൈ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് ഓഫ് ഓൾ എൻ്റെ ടെലിഗ്രാമിൽ എന്നെ എന്തായാലും ഫോളോ ചെയ്യണം. കാരണം മേജറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇമേജും വലിയ വലിയ സൈസ് ഫയൽസൊക്കെ എനിക്ക് ടെലിഗ്രാമിൽ കറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. നോക്കിയിട്ട് ഫോളോ ചെയ്യണം. കാരണം ഫേക്ക് ചാനൽസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി തന്നെ ചേരണം. സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സിഗ്നൽസിൻ്റെ റിസൾട്ട് കാര്യങ്ങളായിരിക്കും. സിഗ്നൽസ് ഞാൻ ട്രേഡ് വ്യൂവിലായിരിക്കും. ഓക്കെ, സോ ന്യൂസും എല്ലാ കാര്യങ്ങളും ടെലിഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ ടെലിഗ്രാമിലും ഫോളോ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുക, എങ്ങനെയാണ് wazirx ഒരു ട്രേഡ് എടുക്കുക. അതിനു മുമ്പ് ഞാൻ എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് പറയാം. wazirx 4 എക്സ്ചേഞ്ച് ഉണ്ട്. INR, USDT, BTC, BTC, wazirx മാർക്കറ്റ്. 4 മാർക്കറ്റാണ്. എക്സ്ചേഞ്ചസ് അല്ല, 4 മാർക്കറ്റ്. സോ 4 മാർക്കറ്റേ ഉള്ളൂ wazirx. ബട്ട് ബാക്കി എക്സ്ചേഞ്ചസിൽ എക്സ്ട്രാ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ ബിനാൻസിലാണെങ്കിൽ കുറേ മാർക്കറ്റ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ബിനാൻസ് ഓപ്പൺ ചെയ്ത് ഞാൻ ആ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബട്ട് മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് wazirx പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം പുതിയ വീഡിയോ കാണാൻ. wazirxൻ്റെ പ്ലേലിസ്റ്റ് എന്തായാലും കാണാം. ഐ ബട്ടണിൽ wazirx പ്ലേലിസ്റ്റ് കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് wazirxൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പോട്ട് മാർക്കറ്റ് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് മാർക്കറ്റ് കാണാൻ പറ്റും അല്ലേ. ഓൾ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അല്ല ഇപ്പോൾ ഓരോ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ BNB മാർക്കറ്റ് ഉണ്ട്, BUSDT മാർക്കറ്റ് ഉണ്ട്, പിന്നെ BTC മാർക്കറ്റ് ഉണ്ട്, ആൾട്ട് മാർക്കറ്റ് ഉണ്ട്. ആൾട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് TRX, അതുപോലത്തെ ഇതേറിയം മാർക്കറ്റ്, പിന്നെ ഫിയറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻസ് USD, AUR, EUR, അതായത് ഓരോ കൺട്രി കോയിൻസ് വെച്ചിട്ടുണ്ട്. ഇവിടെ INR വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ബിനാൻസിൽ ഇപ്പോൾ നിലവിൽ INR വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ INR വെച്ചിട്ട് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ബിനാൻസിൽ USDT വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു മിനിറ്റ്, കാരണം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചർ പൊസിഷൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്യൂച്ചർ പൊസിഷൻ ചെക്ക് ചെയ്തത്. നെവർ മൈൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ USDT മാർക്കറ്റ് ഒരുപാട് മാർക്കറ്റുണ്ട്. നമ്മളിപ്പോൾ wazirxൽ 4 മാർക്കറ്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഫണ്ടിൽ വന്നു. നമ്മളിപ്പോൾ wazirxലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വെച്ചിട്ട് INR വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണുള്ളത് ആ വെച്ചിട്ട് INR ഡെപ്പോസിറ്റ് ചെയ്യുക. P2P ചെയ്യരുത്. നിങ്ങൾ P2Pയിൽ നിങ്ങൾ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ P2P ചെയ്യുകയാണെങ്കിൽ സ്കാമേഴ്സ് നിങ്ങളുടെ ഫണ്ട് തട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് P2P ചെയ്യാൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾ സ്കാമേഴ്സിനെ പേടിക്കാതെ തന്നെ P2P ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും P2P ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി അറിഞ്ഞിട്ട് മതി. സോ ഈ ട്രാൻസ്ഫർ ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഫണ്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്, എത്ര ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ഹിസ്റ്ററിയിൽ കാണിക്കും. അതുമാത്രമല്ല ഇവിടെ INR കാണാൻ പറ്റും. താഴെ tether USDT. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് tether USDT ആണ്. കാരണം ഞാൻ TUSDT വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. USDT വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ കാണുന്നത് പോർട്ടഫോളിയോയിലാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ പൈസ INR-ലായിട്ടായിട്ട് കാണും. കാരണം പ്രിഫറൻസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ INR ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പ്രിഫറൻസ് കറൻസി എന്തെന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. wazirx പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും wazirx കോയിൻ ഓൾറെഡി സെൽ ചെയ്തു. ഞാൻ ഇപ്പോൾ wazirxൽ ട്രേഡ് ചെയ്യാറില്ല. ബിനാൻസിൽ ഞാൻ ഫ്യൂച്ചർ ട്രേഡാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ wazirx കോയിനെല്ലാം ഞാൻ വിട്ടിട്ടാണ് വന്നത്. wazirx കോയിൻ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ഫീ കുറക്കാന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതും wazirx പ്ലേലിസ്റ്റിലുള്ളതാണ്. സോ അതും കൂടി കണ്ടിട്ട് വന്നിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഫീ ഇല്ലാതെ തന്നെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഐ ബട്ടണിൽ ചിലപ്പോൾ ആ വീഡിയോ കാണുന്നതായിരിക്കും.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ വന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ INR എൻ്റെ -49 ആണ്. അത് കാരണം നമ്മളിപ്പോൾ ഒരു 100 USDT വാങ്ങുന്ന സമയത്ത് 50 രൂപ ഒക്കെ കുറവുണ്ടെങ്കിൽ അവർ 50 രൂപ തരുന്നതായിരിക്കും. പിന്നീട് 50 രൂപ അവർക്ക് കൊടുത്താൽ മതി. ഫീയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ INR ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഓപ്ഷൻസ് ആയിരിക്കും ഇതുപോലെ ബാങ്കിൻ്റെ കാര്യങ്ങളായിരിക്കും INR ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അല്ല, നിങ്ങളിപ്പോൾ USDT ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് INRഉം USDT ബാക്കി കോയിൻസിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. BTC ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇതിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, വിഡ്രോ ചെയ്യേണ്ടതും ഇങ്ങനെയാണ്. പക്ഷേ INR അങ്ങനെയല്ല, നമ്മൾ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. സോ INR ഒരു കോയിൻ അല്ല, ഒരു ക്രിപ്റ്റോ അസറ്റേ അല്ല. സോ INR ജസ്റ്റ് wazirx സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ്. wazirx INR വെച്ച് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, എല്ലാ എക്സ്ചേഞ്ച് ഇതുപോലെ സപ്പോർട്ട് ചെയ്യത്തില്ല. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ INR ഉണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കും. എന്നിട്ട് INR മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും കോയിൻ സെലക്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ USDT ഉള്ളത്, ഞാൻ INR കൊടുത്തിട്ട് USDT വാങ്ങിയത് കൊണ്ടാണ്. ഞാൻ USDT മാർക്കറ്റ് ട്രേഡറാണ്. ഓക്കെ, അതുകൊണ്ടാണ് USDT മാർക്കറ്റിൽ ആയിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ INRൽ ഞാൻ BTC സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് എനിക്ക് INR കൊടുത്തിട്ട് BTC വാങ്ങാൻ പറ്റും. ഒരു BTC നല്ലോണം പൈസ ഉണ്ട്, 28 ലക്ഷത്തിൻ്റെ അടുത്തോളം അല്ലേ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 28 ലക്ഷം രൂപ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള രൂപ വെച്ച് നിങ്ങൾക്ക് BTC വാങ്ങാൻ പറ്റും. അതായത് നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 500 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുമെന്നറിയില്ല. മിനിമം എമൗണ്ട് ഉണ്ട് ഇത്ര വാങ്ങണമെന്നുള്ള. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിലിപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ BTC വാങ്ങാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എമൗണ്ട് ഞാൻ അടിച്ച് അത്ര എമൗണ്ട് ആയിട്ടുള്ള 0.00001 എന്നുള്ള കാര്യം കാണാൻ പറ്റും. അത്ര എമൗണ്ട് ഉള്ള BTC കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപയില്ല, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ -49 രൂപയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ INR രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര INR രൂപ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളൊരു ന്യൂബി ആണെങ്കിൽ BTC ഒരിക്കലും വാങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം BTCയിൽ തലയിടരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ആൾട്ടിൽ തലയിട്ടിട്ട് വേണം BTCയിൽ തലയിടണം. ഓക്കെ, ആൾട്ട് കോയിൻ എന്ന് പറയുന്നത് BTC അല്ലാത്ത കോയിനാണ് ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹയസ്റ്റ് പ്രൈസിൽ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ലോവസ്റ്റ് പ്രൈസിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഇവിടെ സെല്ലിൽ നിന്ന് അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ലിമിറ്റ് കാണാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സോ എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് USDT ആണ് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ 206 എന്തോ USDT ആണുള്ളത്. സോ USDT വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ഒരു കോയിൻ വാങ്ങാം. സോ ഞാൻ BTC വാങ്ങുന്നില്ല, ഏതെങ്കിലും ഒരു കോയിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കോയിനും വാങ്ങാൻ പറ്റിയൊരു രീതിയിലല്ല, എന്നാലും കവ വാങ്ങാം. എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോയിനാണ് കവ. സോ അതുകൊണ്ട് തന്നെ ഞാൻ കവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, കവ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താഴെ കാണുന്നതാണ് ഓർഡർ ബുക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡെപ്തും മാർക്കറ്റ് വോളിയം ഉണ്ടാവും, അത് നോക്കണ്ട, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. ഇവിടെ ഓർഡർ ബുക്സിൽ ഈ ഗ്രീനിൽ കാണാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ വാങ്ങാൻ നിൽക്കുന്നതാണ്, ഈ റെഡിൽ കാണുന്നത് ആൾക്കാർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അവിടെ വോളിയം ഉണ്ട്, അവിടെ പ്രൈസ് ഉണ്ട്. ഈ ആൾക്കാർ വിൽക്കുന്നതിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, ഈ ആൾക്കാർ വാങ്ങുന്നതിൽ നിന്നാണ് നമ്മൾ വിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ റെഡിലോട്ടാണ് നമ്മൾ റെഡിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, ഈ ഗ്രീനിലോട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രൈസാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓർഡർ കംപ്ലീറ്റ് ആയ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. അവിടെ ഓരോ സെക്കൻഡിൻ്റെ വിലയുണ്ട്. ഓർഡർ വോളിയം കാണിക്കും, ഓർഡർ പ്രൈസ് കാണിക്കും, ടൈമും കാണിക്കും. ടൈമിൽ അവിടെ സെക്കൻഡിന് വിലയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ചാർട്ടിൽ നിങ്ങൾക്ക് ഓരോ ചാർട്ടിൻ്റെ ഡേ ചാർട്ടാണ്, ഏത് ചാർട്ടാണെന്ന് കാണിക്കാൻ പറ്റും. ഇവിടെ കാണിക്കും ലാസ്റ്റ് സെല്ലിഡ് പ്രൈസാണ്, ഏറ്റവും ലാസ്റ്റ് സെല്ലിഡ് ആയിട്ടുള്ള പ്രൈസാണ്. ചില സമയത്ത് ആവറേജ് ചെയ്ത് കാണിക്കാറുണ്ട്. ഓക്കെ, അത് ചില ന്യൂബീസൊക്കെ ഏറ്റവും ചെറിയ രൂപയ്ക്ക് വന്നിട്ട് വിൽക്കും, അറിയാതെ കൈ തട്ടിയിട്ടൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ആവറേജ് ചെയ്തൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ഓക്കെ, അത് നോക്കണ്ട. അതിനുശേഷം ഇവിടെ കാണുന്നത് INR ആണ്. ഇത് USDTയിലാണ് INR കാണിക്കുന്നത്. നമ്മൾ കറൻസി പ്രിഫറൻസിൽ INR വെച്ചതുകൊണ്ടാണ്. ആ വീഡിയോ ഓൾറെഡി പറഞ്ഞതാണ്. ബാക്കി ഇവിടെ വോളിയം കാണാൻ പറ്റും, ഹയസ്റ്റ് പ്രൈസ് ലോവസ്റ്റ് പ്രൈസ് കാണാൻ പറ്റും. ഇത് നോക്കണ്ട, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഇപ്പോൾ കാണിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞതാണ് INR പ്രിഫറൻസിനെ കുറിച്ചിട്ട്. ആ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യുക. സോ ചാർട്ട് ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വോളിയം കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ മാർക്ക് പോയിൻ്റർ പ്ലേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഡൗണിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് കാണാൻ പറ്റില്ല. ഏറ്റവും ഡൗണിൽ ബോട്ടമിൽ അത് എന്ന് പറയുന്നത് വോളിയമാണ്. ഇത്ര കോയിന് സെല് ചെയ്ത് ഇത്ര വോളിയം, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള കോയിൻ്റെ വോളിയം സെലക്ട് ചെയ്യുമ്പോൾ 1.3K കോയിൻ അവിടെ സെല്ലായിട്ടുണ്ട്. റെഡ് എന്ന് പറയുന്നത് സെല്ല്, ഗ്രീൻ എന്ന് പറയുന്നത് ബൈ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇങ്ങനെ ഫാസ്റ്റ് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അടുത്ത വീഡിയോ മുതൽ നമുക്ക് വേണമെങ്കിൽ സ്ലോ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള സ്പീഡ് കൺട്രോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റും സ്ലോവും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഫാസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം മാറുന്ന ശേഷമാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടൂൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ എനിക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റും, ഓരോ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റാറുണ്ട്. ഞാൻ അധികം ബിനാൻസിൻ്റെ ചാർട്ടാണ് നോക്കാറ്. വസിറക്സിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ്, കോംപ്ലിക്കേറ്റഡും ആണ് ബിനാൻസിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മളൊരു കോയിൻ വാങ്ങാൻ പോകുന്നത്. ഫൈനലി നമ്മളൊരു കോയിൻ വാങ്ങാൻ പോകുന്നു. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കോയിൻ്റെ ഏറ്റവും കൂടിയ വിലക്ക് തന്നെ വാങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് എടുക്കാൻ സമയമെടുക്കും. കാരണം നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വാങ്ങിയിട്ട് പോകണം. ഞാനൊരു കോയിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇപ്പോൾ നിരക്കിലുള്ള വില അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വിലക്ക് തന്നെ വാങ്ങേണ്ടി വരും. മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ തന്നെ യൂസ് ചെയ്യാം. ലിമിറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് സംഭവം കാണിക്കത്തില്ല, ബിനാൻസിൽ കാണിക്കും. 100% എന്ന് പറയുമ്പോൾ എൻ്റെ ടോട്ടൽ ഫണ്ട് എത്രയാണെന്നുള്ള കാണിക്കും. 50% പകുതി, 25, 75 അതുപോലെ തന്നെ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കോയിനാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോൾ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല ഈ കോയിൻ, അതുകൊണ്ടാണ് ഞാൻ ഒരു കോയിൻ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കോയിൻ സോറി ഓൾറെഡി ഞാൻ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ഒരു കോയിൻ ഞാൻ വാങ്ങി, ഓർഡർ പ്ലേസ് ചെയ്യുന്ന കംപ്ലീറ്റ് സക്സസ്ഫുള്ളും കാണിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഓർഡേഴ്സിൽ കാണിക്കില്ല, കാരണം ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഈ ഗ്രീന് കാണിക്കുന്നില്ല, അത് കംപ്ലീറ്റ് ആയ ബൈ ഓർഡേഴ്സാണ്. ഈ താഴെ കാണുന്ന വൈറ്റൊക്കെ കംപ്ലീറ്റ് ആവാത്ത ഓർഡേഴ്സാണ്. താഴെ കാണിക്കുന്ന റെഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയ ഒരു സെൽ ഓർഡറാണ്. എന്തായാലും ഞാനതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും എന്തായാലും. ഞാനിപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ ഞാൻ ഒരു കോയിൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആരും എന്തായാലും എനിക്ക് വിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഓർഡർ കാണിയാലോ. ഓപ്പൺ ഓർഡർ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്, ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല, അതുകൊണ്ട് ഓപ്പൺ ഓർഡറിൽ കിടക്കും. ഈ ഓർഡർ എക്സിക്യൂട്ട് ആവാതെ ഓപ്പൺ ഓർഡറിൽ നിന്ന് മായത്തില്ല. ഞാനത് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഓർഡർ റിമൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഓർഡറിൽ ഇവിടെ വൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം വന്നല്ലോ, അത് എക്സിക്യൂട്ട് ആവാത്ത ഓർഡറാണ്. ഗ്രീന് കാണുന്നത് എക്സിക്യൂട്ട് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ആ കോയിന് കിട്ടിയില്ല, അത് ഞാനിപ്പോൾ സെല്ല് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് പ്രൈസ് ചെയ്ത് ഞാൻ സെല്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനു മുമ്പ് ഞാനിപ്പോൾ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ലിമിറ്റും സ്റ്റോപ്പ് ലിമിറ്റും ഉണ്ടാവും. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര റേറ്റിനാണ് ഇട്ടത് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും, ഫീ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു റേറ്റ് എത്തുമ്പോൾ മാത്രം അത് വിൽക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ എഡിറ്റ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഓർഡർ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഹയസ്റ്റ് എമൗണ്ട് വെച്ചിട്ട് വിൽക്കാൻ പോവാണ്, കാരണം എനിക്ക് കോയിൻ വേണ്ട, ഞാൻ വിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടായി. അപ്പോൾ ഓപ്പൺ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ കാണത്തില്ല, ഇവിടെ താഴെ 0% കവ കാണിക്കും. കംപ്ലീറ്റഡ് ഓർഡറിൽ കാണുമ്പോൾ റെഡ് കാണും, അത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൽ ഓർഡറാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ താഴെ 0% കാണിക്കും, 0% കവ അല്ലേ. നമ്മുടെ കയ്യിലിപ്പോൾ നമ്മൾ വിറ്റ USDT നമുക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിന് വാങ്ങി, നമ്മൾ വിറ്റു, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ USDT വെച്ചിട്ടാണ് വാങ്ങിയത്, USDT ആണ് വിറ്റത്. നിങ്ങളുടെ കയ്യിൽ INR ഉണ്ടെങ്കിൽ INR വെച്ചിട്ട് USDT വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ USDT മാർക്കറ്റിലൊക്കെ ഒരിക്കലും വരരുത്, കാരണം USDT മാർക്കറ്റിൽ 0.001 എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നിങ്ങൾ INR മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ₹1, ₹2 അല്ലെങ്കിൽ 10 പൈസ എന്നുള്ളൊരു ഐഡിയ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഐഡിയ വെച്ച് ചെയ്യണം. പിന്നെ എങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പെർസെൻറ്റേജ് ഇട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഓൾറെഡി പറഞ്ഞതാണ്. അത് wazirx പ്ലേലിസ്റ്റിൽ കാണും. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നാലും wazirx പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യണം, കാരണം ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയിരിക്കും.